നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് ഇക്കഡോറിനെതിരെ വിജയിച്ചു. മോശം റിസൾട്ടുകൾക്കൊടുവിൽ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരം വിജയിച്ചു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് ഇക്കഡോറിനെതിരെ നേടിയത്. വിജയം മാത്രം ലക്ഷ്യം വെച്ച് രണ്ടാം പകുതിയിൽ ബ്രസീൽ എടുത്ത സ്ട്രാറ്റജി ഒരുപക്ഷെ ആരാധകർക്ക് എതിർപ്പുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ഈ മത്സരത്തെ നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ ഇന്നത്തെ കളിയിൽ ബ്രസീൽ ടീമിനെ കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇറക്കിയത് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആലിസൺ, ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും സെന്റർ ബാക്കുമാരുടെ റോളിൽ, ഇരു പാർശ്വങ്ങളിലായിട്ട് അരാനയും ഡാനിലോയും ഇറങ്ങി. പിന്നെ ബ്രൂണോ ഗുയിമാരസും ആൻഡ്രയും മധ്യനിരയിൽ, ലൂക്കാസ് പക്കേറ്റ മുന്നേറ്റങ്ങളെ സഹായിക്കാനുള്ള മധ്യനിര താരം, ഇരു പാർശ്വങ്ങളിലായിട്ട് വിനി ജൂനിയറും ലൂയിസ് എൻറിക്കയും, സ്ട്രൈക്കറുടെ റോളിൽ റോഡ്രിഗോ. ഇതാണ് കോച്ച് ഇറക്കിയ ഒരു ടീം. തീർച്ചയായിട്ടും കളിയിൽ റോഡ്രിഗോയുടെ ഗോളിലാണ് ബ്രസീൽ ലീഡ് എടുത്തത്. പക്കേറ്റയുടെ ബോള് കിട്ടി, അദ്ദേഹം അത് ബോക്സിന്റെ എഡ്ജിൽ നിന്ന് അടിക്കാൻ ശ്രമിക്കുന്നു. ഡിഫ്ലക്റ്റഡ് ആയിട്ട് പന്ത് വലയിലേക്ക് കയറി ബ്രസീൽ ലീഡ് എടുക്കുന്നു. പക്ഷെ ഈ കളിയിൽ ആദ്യ പകുതി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താണ്? ബ്രസീൽ മോശമല്ലാത്ത പ്രകടനം തന്നെ ആദ്യ പകുതിയിൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രസീൽ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ആദ്യ പകുതിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് തീർച്ചയായിട്ടും ആന്ധ്ര തന്നെയായിരുന്നു. മധ്യനിരയിൽ അദ്ദേഹം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. ലൂക്കാസ് പക്വേറ്റ ഗുഡ് സൈൻസ് ആദ്യ പകുതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു മൊബിലിറ്റിയും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ആൻഡ്രെ കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള തോന്നലാണ് ആദ്യ പകുതിയിൽ ഉണ്ടായത്. ബ്രൂണോ ഗുയിമാരസിന്റെ ഭാഗത്ത് അദ്ദേഹം അത്ര മികച്ചൊരു പ്രകടനം ഇന്ന് നടത്തി എന്ന് ആദ്യ പകുതി കഴിയുമ്പോൾ പറയാൻ കഴിയില്ലായിരുന്നു. റോഡ്രിഗോ നല്ല രൂപത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ട്. നല്ല മൂവ്മെന്റ് അദ്ദേഹത്തിൽ നിന്ന് കാണുകയും ചെയ്തു. ലൂയിസ് എൻറിക്കെ മോശമല്ലാത്ത രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം താഴേക്ക് പോയി എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. വിനി ജൂനിയർ പിന്നെ അദ്ദേഹത്തിന് എന്താണാവോ സംഭവിക്കുന്നത് ബ്രസീലിയൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ആ തോന്നൽ വീണ്ടും ഉണ്ടാക്കുന്നു. ഡാനിലോയും മാർക്കിഞ്ഞോസും ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തോന്നിയെങ്കിലും അവരത് റിക്കവർ ചെയ്തു പോയി. ഡാനിലോയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും മുന്നേറ്റത്തിന് സഹായകരമായി എന്നും പറയാനും സംഭവിച്ചിട്ടില്ല. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എസ്റ്റവായോ വില്യൻ കളിക്കളത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആയിരുന്നു അത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും മത്സരം പുരോഗമിക്കവേ ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ കോച്ച് നടത്തി. ആ സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും വിനി ജൂനിയർ 90 മിനിറ്റ് കളിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാം പകുതിയിലെ എസ്റ്റവായോ വില്യന്റെ ഒരു ഹെഡർ പാസ് ഉണ്ടായിരുന്നു വിനിക്ക്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗോൾ അടിക്കാൻ. ആ ബോളുമായിട്ട് പോയിട്ട് ഗോൾ കീപ്പർ റൗണ്ട് ചെയ്ത് സൈഡ് നെറ്റഡ് ആക്കി കളഞ്ഞു. അപ്പൊ അങ്ങനെ വിനി പതിവ് പോലെ ബ്രസീലിയൻ നിരയിൽ കളിക്കുമ്പോൾ ഒരു മികവും കാണിക്കാത്ത പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ അവസാനത്തെ മിനിറ്റുകളിലൊക്കെ ഇക്കഡോർ കൃത്യമായിട്ട് അഡ്വാൻസ് ചെയ്തു വന്നു. ബോൾ ഉണ്ടായിക്കൊണ്ടും ഇല്ലാതെയും ഒക്കെ അവർ ആ ഗോൾ മടക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ട് ബ്രസീലിലേക്ക് കയറി വന്നു. ബ്രസീൽ അവിടെ ഡിഫൻസിലേക്ക് വലിയുന്നൊരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഏതാണ്ട് ബസ് പാർക്കിംഗ് പോലെ തന്നെ അവസാന ഘട്ടങ്ങളിലൊക്കെ കാര്യങ്ങൾ പോയി. അത് ആരാധകരെ നിരാശരാക്കി അവർ പോയി വിളിക്കുകയും ചെയ്തു. വളരെ പത്തറ്റിക് പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ വന്നത്. ഡൊറിവാൾ ജൂനിയർക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൂടി പലരും ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും മൊത്തത്തിൽ എടുക്കുമ്പോൾ വിജയിച്ചു, അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളി കഴിഞ്ഞിട്ട് റോഡ്രിഗോയും അതാണ് പറഞ്ഞത്. പോസിറ്റീവ് റിസൾട്ടാണ്, കളിയിൽ ശരിയാണ്, പൂർണ്ണമായും ശരിയായിട്ടുള്ള കളിയൊന്നുമല്ല, എങ്കിൽ പോലും പോസിറ്റീവ് റിസൾട്ടാണ്, അതിൽ ആശ്വസിക്കാമെന്നാണ് റോഡ്രിഗോ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. അത് തന്നെയാണ് ഈ കളി കണ്ട എല്ലാവർക്കും തോന്നുന്നത്. ആദ്യ പകുതി മോശമല്ലാത്ത പെർഫോമൻസ് നടത്തി, പക്ഷെ രണ്ടാം പകുതിയിൽ ടീം സ്ലോ ഡൗൺ ആയിപ്പോയി. ഉപയോഗിച്ച സബ്സ്റ്റിറ്റ്യൂഷനുകൾ വേണ്ട വിധത്തിൽ വർക്ക് ചെയ്തോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ അവസാന ഘട്ടങ്ങളിൽ എങ്ങനെയും ലീഡ് സംരക്ഷിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് പോയത്. വിനി ജൂനിയർക്ക് അവസരങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാതെ പോയതോടെ സ്കോർ ലൈൻ അങ്ങനെ നിന്നു. 1-0 എന്നുള്ള ചെറിയ ഒരു മാർജിനിൽ ബ്രസീൽ വിജയിച്ചു. ബട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റ് സ്വന്തമാക്കി 6ാം സ്ഥാനത്ത് നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 4ാം സ്ഥാനത്തേക്ക് ഉയരാൻ ബ്രസീലിനായിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.